ഹലോ ഗൈസ്, നമുക്കൊന്ന് രാവിലെ തന്നെ നടന്നിട്ട് വരാം. ഞാൻ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. നമ്മുടെ ഫുട്പാത്ത് ഇതിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കാൻ പോണത്. നമ്മളിപ്പോൾ ആക്ച്വലി ഉൽവേലിലേക്കാണ് നടക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ. വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഭയങ്കരമായിട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മോശമാവും. എന്താ വെച്ചാൽ ശരീരം തീരെ അനങ്ങുന്നില്ല, ആകെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ ബോഡി അനക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പട്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നേരെ കൂടെ. എനിക്ക് പട്ടികളെ ഭയങ്കര പേടിയാണ്. നേരെ മറിച്ച് അപ്പൂനാണെങ്കിൽ പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൂൻ്റെ അനിയത്തിക്കൊക്കെ. ബട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന ആൾക്കാർ എക്സസൈസ് ചെയ്യുക, നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, എന്താ അറിയില്ല, ഭയങ്കര ബോഡി പെയിൻ, ക്ഷീണം. ഇന്ന് രാവിലെ ഞാൻ എണീച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്തേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നല്ലൊരു ആശ്വാസമുള്ള പോലെ ഫീൽ ചെയ്തു. സോ നമ്മളെന്തായാലും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നമ്മൾ എക്സസൈസ് ചെയ്യണം. വർക്ക് ഫ്രം ഹോം ചെയ്യാത്ത ആൾക്കാർ എക്സസൈസ് ചെയ്യണ്ട എന്നല്ല, അവരും ചെയ്യേണ്ടതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ അറിയില്ല, കാര്യം ഒരുപാട് വണ്ടികളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. ഞാൻ പറയണ ഓഡിബിൾ ആണോ എന്നറിയില്ല. സോ എന്താ പറയുക, രാവിലെ എണീച്ച് ഇങ്ങനെ നടക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ നടക്കുകയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പുവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, നിനക്കൊന്ന് പോയി നടന്നൂടെ, നടന്നു കഴിഞ്ഞാൽ ചെറിയൊരാക്കുണ്ടാവും. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിനെ കൊണ്ടാണ് പല അസുഖങ്ങളും വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കിന്ന് നടന്നേക്കാം, നല്ലതാണല്ലോ നടക്കുന്നത്. സോ അങ്ങനെ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണാൻ കുറേ ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്, ഒരാൾ ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ശരീരം നോക്കുക. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫേമസ് രമേശ് താക്കൂർ പബ്ലിക് സ്കൂൾ, ഉൽവേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. സോ നമ്മൾ നടന്ന് തിരിച്ചെത്താനായി. ഞാൻ പാട്ടൊക്കെ കേട്ടിങ്ങനെ സുഖമായിട്ടിങ്ങനെ നടന്നു വരികയായിരുന്നു. ഫീലിംഗ് കുറച്ച് ബെറ്റർ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. ഏതെങ്കിലും ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കുക, കാര്യം എപ്പോൾ എനിക്ക് അടി കിട്ടുകയെന്നറിയില്ല. അതുകൊണ്ട് മുന്നിലൊരു പെൺകുട്ടി വരുന്നുണ്ട്, ഞാൻ ഓഫാക്കട്ടെ കേട്ടോ വീഡിയോ. സംഭവമല്ലേ, എനിക്ക് തോന്നുന്നു ഇത് ഔഷധമുള്ള എന്തോ സംഭവം, മൂക്കുറ്റിന്ന അതിനെന്തോ ഇതിന് പറയുക, എന്താ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല, എന്തോ ഒരു പേരുണ്ട് ഇതിന്, ആയുർവേദമാണെന്ന് തോന്നുന്നു. സോ നമ്മളങ്ങനെ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടെത്തും, വലിയ ദൂരമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് നടന്നില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും നടക്കാൻ പോകണില്ല. അപ്പം എന്നോട് അപ്പോൾ പറഞ്ഞത്, ഇന്ന് നീ എന്തായാലും നടക്കണം, എന്ത് ചെയ്താലും വേണ്ടിയില്ല, എന്ന് നടക്കണം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു മിനിറ്റ് പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, നമ്മൾ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നടക്കണമെന്നോ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണമെന്നൊന്നും തോന്നില്ല. ഒന്നാമത് ചിലരുടെ വർക്കിൻ്റെ ഷിഫ്റ്റ് അനുസരിച്ചാണ്, ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വർക്ക് ഷിഫ്റ്റ് ആയിരിക്കും. സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നിങ്ങളെങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ ആകെ മോശമാവും. എക്സസൈസ് സാധാരണ എല്ലാവരും പറയും ആഴ്ചയിൽ 6 ദിവസമെങ്കിലും മിനിമം ചെയ്യണമെന്നാണ് പറയുക. അപ്പോൾ 6 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. സോ അത്രേ ഉള്ളൂ. ഞാൻ ഇനിയും പറഞ്ഞ് വെറുതെ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ബോറടിക്കും, എനിക്ക് ബോറടിക്കും. സോ എല്ലാവരും എക്സസൈസ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക, എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോമുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ, സീ യു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഞാൻ എന്ത് ഈ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഗൈസ്. കഴിഞ്ഞ 1 മാസമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല, ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ടിരിക്കുകയെന്ന്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ജോലി നിർത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യം. ഓൾറെഡി ജോലിയിലിരിക്കുമ്പോൾ വേറൊരു ജോലിയിൽ നമുക്ക് കിട്ടി അതിൻ്റെ ജോബ് ഓഫറും അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാറാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേ ഞാൻ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കിപ്പം
പറ്റുന്നില്ല, ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണ്, അതായത് നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടിയിരുന്നതിന് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. ഈ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലില്ലേ, അത് റിസൈൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു മാസം അത് ഏറ്റവും പീക്കിലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനത് റിസൈൻ ചെയ്തത്. സോ ഇപ്പോഴത്തെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക ഫോണിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. ലിങ്ക്ഡിന്, ഇൻഡീഡ്, അതുപോലെ തന്നെ നൗക്കറി, ഇതിലെല്ലാം ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോസ്റ്റാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ പോസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റിലും എന്തുണ്ടാവും, വേക്കൻസി ഉണ്ടാവും. നമ്മൾ ഏതാണോ സെർച്ച് ചെയ്യുന്നത് അത് കിട്ടില്ല. വൺസ് എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാലോ എല്ലാ സ്ഥലത്തും കൂടി ഓഫർ വരും. അർച്ചന ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് കേട്ടോ, ഇവിടെ ജോയിൻ ചെയ്യുന്നു, അവിടെ ജോയിൻ ചെയ്യുന്നു ചോദിച്ചിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. നമ്മൾ ഒരു പണിയില്ലാതെ വീട്ടിലിങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത്, ലിറ്ററലി ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തുനിന്നും കോൾ വരില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പം കോൾ വരും ഓരോ സ്ഥലത്തുനിന്നും, ചിലപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് വരെ. സോ അതെനിക്ക് ഭയങ്കര ഐറണിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയതാണ്. എൻ്റെ ഇപ്പോൾ പോസ്റ്റ് വരുന്നത് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളറാണ്. സോ ഈ ഒരു പോസ്റ്റ് വെച്ച് ബാക്കി എല്ലാ പോസ്റ്റിലും എന്ത് വരുന്നുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് വാക്കൻസി വരുന്നുണ്ട്. സോ ഇതിങ്ങനെ കണ്ട് എനിക്ക് മടുത്ത്, സത്യം പറയില്ല. ഒരു മാസമായിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒന്നുകിൽ ദൂരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു പോസ്റ്റ്, അല്ലെങ്കിൽ ഞാനിപ്പം ഏത് പോസ്റ്റാണ് വർക്ക് ചെയ്യുന്നത് ആ പോസ്റ്റല്ല എനിക്ക് കിട്ടുക. അപ്പം നമുക്ക് വരുന്ന ഒരു ദേഷ്യമുണ്ട്. സീരിയസ്ലി പറയാം, എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ നോക്കി ഭയങ്കര തലവേദന. പണ്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എഗെയിൻ അത് വന്നോന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഒന്നാമത് നമ്മളിങ്ങനെ വെയിലൊന്നും കൊള്ളുന്നില്ല, വൈറ്റമിൻ ഡിൻ്റെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബോഡി പെയിന്, പിന്നെ അതുപോലെ മൈഗ്രെയിൻ കാര്യങ്ങളും എല്ലാം നല്ല രീതിക്കുണ്ട്. വയ്യാകിയൊക്കെ കറക്റ്റ് ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക, കുറേ സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത സ്ഥലത്ത് തന്നെ പിന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഞാനിങ്ങനെ എന്താ പറയുക, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ക്ലീൻ ചെയ്തേക്കാം, വെറുതെ എന്തായാലും ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കിത് പ്രൊഡക്റ്റീവ് ആക്കിയാൽ അത്രയും നല്ലതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റൂമുണ്ടേ, ഇത് ഭയങ്കര അലങ്കോലമായിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്നും എന്താ പറയുക സെറ്റാക്കി ഓർഡറാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. സോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക, അപ്പം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, അവരുടെ അടുത്താണ് നമ്മളൊരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എനിക്കറിയാം നിങ്ങളിപ്പം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ ജോലിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി എന്താ പറയുക ഗ്രാജുവേഷനും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും PhD വരെ കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്. എനിക്കിവിടെ 3.5 years എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാനിവിടെ ഒരു മാസമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ജോലി എന്താ പറയുക, ഓൾറെഡി BSc ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടാത്തത് ഒരത്ഭുതം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാര്യം എക്സ്പീരിയൻസുള്ള ആൾക്കാർക്ക് വരെ ഇവിടെ ജോലി കിട്ടാനില്ല. സോ പിന്നെ ഈ ഫ്രഷേഴ്സായിട്ട് വരുന്ന ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. ബേസിക്കലി നമ്മൾ ഫുഡ് ടെക്നോളജിക്കാരുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. സീരിയസ്ലി പറയുന്നതിന് എന്താ, നാട്ടിലൊന്നും നിൽക്കാനേ പറ്റില്ല. നാട്ടിൽ ഭയങ്കര ഷോക്ക് സാലറിയാണ്. സോ നമുക്ക് ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വേറെ പുറത്തേത് സ്റ്റേറ്റിലേക്കോ കൺട്രിയിലേക്കൊക്കെ പോകുന്നതാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ളതും അല്ലെങ്കിൽ സേവിങ്സിനൊക്കെ നിങ്ങൾക്ക് പറ്റുക പുറത്ത് കൺട്രിയിലെല്ലാം കേരളത്തിന് പുറത്ത് നോക്കിയാലാണ്. നമ്മുടെ നാട്ടിൽ ഒരു കാര്യമില്ല. സോ എന്താ പറയുക, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പം എല്ലായിടത്തും പോയിട്ട് എനിക്കൊരു ജോലി തരൂ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബട്ട് എന്ത് ചെയ്യണം, നമ്മൾ കീപ് ഫൈറ്റിങ്, കീപ് ട്രൈയിങ് ആൻഡ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എനിക്ക് എന്നിങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ വെച്ച് പണ്ടാറ് ഞാൻ നിർത്തുക, ഞാൻ വല്ല വർക്ക് ഫ്രം ഹോം വല്ല ടെലികോളർ എക്സിക്യൂട്ടീവ് ജോബോ അല്ല വേറെ എന്തെങ്കിലും പണിയോ ചെയ്താലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നമുക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. നല്ലതിനാവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ശുഭാപ്തി വിശ്വാസം ഒക്കെ വെച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിച്ച് ഇല്ലാണ്ടാവും ഗൈസ്. സോ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഈ റൂമൊക്കെ എന്ത് ചെയ്യാം, അലങ്കോലം വെക്കാം, നല്ല സെറ്റാക്കി വെക്കാം, അലങ്കാര പണികൾ ചെയ്യാം. കമോൺ, ഇത് കണ്ട് ഗൈസ്, ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നില്ലേ? കുറേ ദിവസമായിട്ട് ഞാനിത് ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സോ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ മൂഡ് വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല മൂഡുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് സെറ്റാക്കി വെക്കാം എല്ലാ കാര്യങ്ങളും. നമ്മൾ ഈ റൂമെല്ലാം ഒന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കിയിരിക്കുകയാണ്. വലിയ അസ്തറ്റിക് ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ ഐ വിൽ ഷോ യു. ഉണ്ടല്ലോ ഈ സൈഡിലുള്ള ഇത് ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ. ഇത് രണ്ടിലും കുറച്ച് അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ബോക്സിലാണ്, ഈ ഒരു സ്യൂട്ട് കേസിലാണ് എൻ്റെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, ഡ്രസ്സും ഫയൽസൊക്കെ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഈ ഒരു ഇത് എന്താ പറയുക, ഒരു അലമാര പോലത്തെ, അതായത് ഈസിലി പോർട്ടബിൾ അലമാര അല്ല, ഇതിനെന്താ ആക്ച്വലി പറയാമെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു സംഭവം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൽ പക്ഷെ ഒരുപാട് വെയിറ്റ് ഇത് താങ്ങില്ല. കാര്യം എന്താ പറയുക, ഒരുപാട് നമ്മൾ കനമുള്ള സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഞാൻ ഏറെക്കുറെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴത്തെ ഇതിലൊക്കെ ഈ ഒരു ഭാഗത്ത് ഒക്കെ കാണാം അതിൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്. മേക്കപ്പ് പിന്നെ ഒരു ബോക്സിൽ പേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മളെ പുതപ്പാണ്. ഇതിന് അപ്പൂൻ്റെ ബൈക്കിൻ്റെ കുറച്ച് ടൂൾസ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബുക്ക്. പിന്നെ ഇവിടെ മാത്രമേ എൻ്റെ കുറച്ച് ഡ്രസ്സുള്ളൂ. അതെനിക്ക് ഏറ്റവും വേണ്ട വളരെ പെട്ടെന്നല്ലല്ലോ എന്താ പറയുക, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഞാൻ എപ്പോഴും ഇടുന്ന ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഈ റോ, പിന്നെ ഇത് ഫുൾ അപ്പൂൻ്റെയാണ്. കാര്യം ഇപ്പം എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. സോ എൻ്റെ അധിക ഡ്രസ്സും ഈ ഒരു സൂട്ട് കേസിലാണ് ഉണ്ടാവുക. സോ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഗൈസ്, ഇനി ഞാൻ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ. എന്താ അറിയില്ല, നീരിറക്കം കൊണ്ടാണോ തോന്നുന്നു എനിക്ക് ഈ ഭാഗത്തൊക്കെ നല്ല വേദന ഉണ്ട്. ഇവിടെ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ നല്ല പെയിനുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ കഫം നിറഞ്ഞിട്ടാണ്, കഫുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ തൊടുമ്പോൾ ഭയങ്കര വേദന. പിന്നെ വയ്യാഞ്ഞിട്ടും ഇങ്ങനെ കുറച്ച് പണിയൊക്കെ എടുത്തത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുമുണ്ട്. സോ ഞാൻ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതേക്കും ദിസ് ഇസ് മീ അർച്ചന സൈനിങ് ഫ്രം ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. അപ്പോൾ ടാറ്റ ബൈ ബൈ. നാളെ ഞാൻ എണീച്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.